ഞങ്ങൾ തുടർഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. അതാ മനസ്സിലായോ പറഞ്ഞത്? ഇപ്പം നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ പാവപ്പെട്ട പാവപ്പെട്ട പാവപ്പെട്ട. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ഈ മലയാള ബംഗാളി ഭാഷയിലെ പാവപ്പെട്ട എന്നുള്ള വാക്കിപ്പോൾ ഇല്ല, ത്രിപുരയിലെ ഭാഷയിലെ പാവപ്പെട്ട എന്നുള്ള വാക്കിപ്പോൾ ഇല്ല. വികസനമാണെങ്കിൽ തോനുണ്ടേനും, ബാക്കിയുള്ള നമ്മൾ പറയണ്ടല്ലോ അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങളിലെ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കാൾ ജീവിതത്തിലെ കേട്ടോ, കാരണം ഞാൻ തന്നെ പ്രസംഗിക്കുന്നുണ്ട്, മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മുതലാളിത്ത വികസനം കൊടുത്താൽ പ്രശ്നം, അന്താരാഷ്ട്ര ലെവലിലുള്ള വികസനം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അത്രയും വലിയ വികസനം വേണ്ട, ജനങ്ങളോടൊപ്പം കേരളത്തെ എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മലയാളം ഞാൻ ആദ്യം പറഞ്ഞത്. പാവങ്ങൾ എന്ന പ്രയോഗം ഇനി മലയാള ഭാഷയിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാം. ഭൂരിഭാഗം ഭാഷകളിലെയും പാവപ്പെട്ടെന്നുള്ള വാക്ക് ഇല്ലാണ്ടായിക്കിടും. അതൊക്കെ മനസ്സിലാവുണ്ടല്ലോ അല്ലേ.